Good morning, dear students. Welcome to the today's class. In the previous class, we have completed some part of the poem Roadside Stand. Today, let us continue the poem A Roadside Stand by Robert Frost. Okay, listen carefully. You have the money, but if you want to be mean, why keep your money and go alone? To hurt the scenery wouldn't be my complaint, so much as the trusting sorrow of what is unsaid. Here, far from the city, we make our roadside stand and ask for some city money to feel in hand. To try if it will not make our being expand and give us the life of the moving pictures promise that the party in power is said to be keeping from us. In the previous class, we tells that the farmer tells the city people to keep their money if they want to be so cruel and mean. The poem starts with a description of a stand. A farmer has put up a stand outside his house along the highway, hoping that the passing cars would buy his produce. തൻ്റെ വീടിനടുത്ത് ഹൈവേയോട് ചേർന്ന് കൃഷിക്കാരൻ ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കിയതും കാറിൽ പോകുന്ന ആളുകൾ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങുമെന്നുള്ള പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ആ ഒരു കർഷകൻ്റെ ഒരു പിക്ചറാണ് നമ്മൾ ഫസ്റ്റ് പാർട്ടിലൂടെ കണ്ടത്. കർഷകന് കുറച്ച് കാശ് വേണം, പക്ഷേ യാചനയിൽ കൂടിയല്ലാതെ തൻ്റെ പരിശ്രമങ്ങളുടെ ഫലമായി പരിശ്രമങ്ങൾ വിറ്റുകൊണ്ടാണ് അദ്ദേഹം പണമുണ്ടാക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ ഒരാളും തന്നെ കാർ നിർത്തി അവരുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുന്നില്ല, അഥവാ നിർത്തിയാൽ തന്നെ മറ്റു പല ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് അവിടെ നിർത്തുന്നത്. ഇത്രയുമാണ് പറഞ്ഞത്. ഇനി പറയുന്നത് The farmer tells the rich people to keep their money if they want to be so cruel and mean. കർഷകൻ ഇവിടെ ഒരു ആത്മകഥ നടത്തുകയാണ്. നഗരവാസികൾക്ക് ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വേണ്ടെങ്കിൽ വേണ്ട, അവരുടെ പൈസ അവരുടെ പോക്കറ്റിൽ തന്നെ കിടന്നോട്ടെ. ഇഫ് ദേ വാണ്ട് ടു ബി സോ ക്രൂവൽ ആൻഡ് മീൻ, എന്തിനു വേണ്ടി? അവർക്കൊരുപാട് ക്രൂവലാവണമെങ്കിൽ, മീൻ അല്ലെ നീചന്മാരാവണമെങ്കിലും നിങ്ങളുടെ പൈസ നിങ്ങളിൽ തന്നെ കിടക്കട്ടെ. ടു ഹേർട്ട് ദ സീനറി വുഡൻറ്റ് മീ മൈ കംപ്ലൈൻറ്റ്. ഹീ ഈസ് നോട്ട് ഹേർട്ട്, അല്ലേ? ഒരിക്കലും അവർക്ക് സങ്കടമില്ല. ദാറ്റ് ദേ ഡു നോട്ട് നോട്ടീസ് ദ സ്റ്റാൻഡ് ബട്ട് ഹീസ്, അല്ലേ? ഈ ഒരു റോഡ് സൈഡ് സ്റ്റാൻഡ് അവർ ശ്രദ്ധിക്കാത്തതിൽ ഞങ്ങൾക്കൊരു സങ്കടവുമില്ല. ഹീസ് നോട്ട് ദാറ്റ് ഹേർട്ട് ദാറ്റ് ദേ ഡു നോട്ട് നോട്ടീസ് ദ സ്റ്റാൻഡ്. ബട്ട് എന്താണ് പിന്നെ അവർക്ക് പരാതിയുള്ളത്? ബട്ട് ഹീ ഈസ് ഹേർട്ട് അറ്റ് ദ വേ ഹീ ഈസ് ട്രീറ്റഡ് ആൻഡ് ഇഗ്നോർഡ്. ഏതൊരു രീതിയിലാണോ തങ്ങളെ പരിഗണിക്കുന്നത്, ആ ഒരു രീതിക്ക് മാത്രമാണ് അവർക്ക് പ്രയാസമുള്ളത്. സോ മച്ച് ആസ് ദ ട്രസ്റ്റിംഗ് സോറോ വാട്ട് ഈസ് അൺസെഡ്, അല്ലെ? ഞങ്ങളുടെ പ്രയാസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഹിയർ ഫാർ ഫ്രം ദ സിറ്റി വി മേക്ക് അവർ റോഡ് സൈഡ് സ്റ്റാൻഡ്. ഞങ്ങൾ ഒരുപാട് അകലെ, സിറ്റിയിൽ നിന്ന് ഒരുപാട് അകലെയാണ് ഞങ്ങളുടെ റോഡ് സൈഡ് സ്റ്റാൻഡ് നിർമ്മിച്ചിരിക്കുന്നത്. ആൻഡ് ആസ്ക് ഫോർ സം സിറ്റി മണി ടു ഫീൽ ഇൻ ഹാൻഡ്. എന്നിട്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് എന്താണ്? ഹി വിഷസ് ഫോർ സം സിറ്റി ലൈഫ്. കുറച്ച് നഗര ജീവിതമാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ആൻഡ് ഹി നീഡ്സ് മണി ഫോർ ഇറ്റ്. അതേപോലെ തന്നെ അതിനു വേണ്ടി കുറച്ച് പണവുമാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ടു ട്രൈ ഇഫ് ഇറ്റ് വിൽ നോട്ട് മേക്ക് അവർ ബീയിങ് എക്സ്പാൻഡ്. ഒരിക്കലും ഞങ്ങൾക്ക് എന്താവാനല്ല, സമ്പന്നരാവാൻ വേണ്ടിയല്ല ഞങ്ങൾ പൈസ ആവശ്യപ്പെടുന്നത്. പിന്നെ ദേ വാണ്ട് ടു എൻജോയ് ദ സിറ്റി ലൈഫ് ആൻഡ് ഗീവ്സ് അസ് ദ ലൈഫ് ഓഫ് ദ മൂവിങ് പിക്ചേഴ്സ് പ്രോമിസ്. ഹി ഹാസ് സീൻ സിറ്റി ലൈഫ് ഇൻ മൂവീസ്. സിനിമകളിലൊക്കെ ഞങ്ങൾ സിറ്റി ലൈഫ് കണ്ടിട്ടുണ്ട്. ആൻഡ് അതർ മീഡിയാസ്, മറ്റു മീഡിയകളിലൂടെയൊക്കെ ഞങ്ങൾ നഗരജീവിതം കണ്ടിട്ടുണ്ട്.
That party in power is said to be keeping from us. He has seen the city life in movies and other medias, but the political parties are denying him from all enjoying life. പക്ഷേ പൊളിറ്റിക്കൽ പാർട്ടികളും സ്ഥലക്കച്ചവടക്കാരും ഞങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ സമ്മതിക്കുന്നില്ല. ദാറ്റ് ദ പാർട്ടി ഇൻ പവർ, അത് അവരെക്കുറിച്ചാണ് പറയുന്നത്. അവരെന്താണ് ചെയ്യുന്നത്? ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള നഗരജീവിതം ആസ്വദിക്കാനുള്ള അവസരങ്ങൾ നൽകുന്നില്ല. സെഡ് ടു ബി കീപ്പിംഗ് ഫ്രം അസ്, അതൊക്കെ ഞങ്ങളിൽ നിന്ന് ഒരുപാട് അകലെ സംരക്ഷിക്കുകയാണ്. അപ്പോൾ ഇത്രയാണ് പറഞ്ഞത്. കർഷകൻ ഇവിടെ ഒരു ആത്മകഥ നടത്തുകയാണ്. ദ ഫാർമർ ടെൽസ് ദ റിച്ച് പീപ്പിൾ ടു കീപ് ദെയർ മണി ആൻഡ് ഹീ ഈസ് നോട്ട് ഹേർട്ട്. ദ ഡു നോട്ട് നോട്ടീസ് ദ സ്റ്റാൻഡ് ബട്ട് ഹീസ് അറ്റ് ദ വേ ഹീസ് ട്രീറ്റഡ്. ഒരിക്കലും ഞങ്ങളെ ശ്രദ്ധിക്കാത്തതിൽ ഞങ്ങൾക്ക് പ്രയാസമില്ല. എന്തിനാണ് പ്രയാസമുള്ളത്? ഞങ്ങളെ പരിഗണിക്കുന്നതിലുള്ള ആ ഒരു കാര്യത്തിലാണ് ഞങ്ങൾക്ക് പ്രയാസമുള്ളത്. അതുപോലെ തന്നെ ഹി വിഷസ് ഫോർ സം സിറ്റി ലൈഫ്, അവനെന്ത് വേണം? നഗരജീവിതം ആസ്വദിക്കാനുള്ള ആഗ്രഹമുണ്ട്. ഹി ഹാസ് സീൻ ദ സിറ്റി ലൈഫ് ഇൻ ദ മൂവീസ്, സിനിമകളിലൂടെയൊക്കെ നഗരജീവിതം ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ബട്ട് ദ പൊളിറ്റിക്കൽ പാർട്ടീസ് ആർ ഡിനൈങ് ഹിം ഓൾ ദാറ്റ് എൻജോയബിൾ ലൈഫ്. ഈ ഒരു മനോഹരമായ ജീവിതം ആസ്വദിക്കുന്നതിൽ നിന്ന് ഞങ്ങളെ തടയുന്നത് പൊളിറ്റിക്കൽ പാർട്ടീസാണ്. ഓക്കെ, ദ നെക്സ്റ്റ് ലൈൻ. ഇറ്റ് ഈസ് ഇൻ ദ ന്യൂസ് ദാറ്റ് ഓൾ ദീസ് പിറ്റിഫുൾ കിൻ ആർ ടു ബി bought out and mercifully gathered in, to live in villages next to the theatre and the store, where they won't have to think for themselves anymore, while greedy good doers, beneficent beasts of prey, swam over their lives enforcing benefits that are calculated to soothe them out of their wits, and by teaching them how to sleep, they sleep all day, destroy their sleeping at night the ancient way. ഈ ഒരു ലൈനിലൂടെ പോയിട്ട് പറയുന്നത്, ദ പോയറ്റ് ഹിയർ സേസ് ദാറ്റ് ദർ ആർ സം ഗുഡ് ഡൂവേഴ്സ് ഹൂ ചീറ്റ് ദീസ് പീപ്പിൾ. ഇവിടെ കുറച്ച് ഗുണകാംക്ഷികളുണ്ട്, അവർ കർഷകരെ ദ്രോഹിക്കുകയാണ് ചെയ്യുന്നത്. ഗുഡ് ഡൂവേഴ്സ് എന്ന് പറഞ്ഞാൽ ഗുണകാംക്ഷികൾ. കണ്ടാൽ നമുക്ക് നന്മ ചെയ്യുകയാണെന്ന് തോന്നും, പക്ഷേ ഒരിക്കലും അവർ ഉദ്ദേശിക്കുന്നത് നന്മയല്ല, തിന്മയാണ്. ഇവരെയാണ് ഈ ഒരു ലൈനിലൂടെ പറയുന്നത്. ഇറ്റ് ഈസ് ദ ന്യൂസ് ദാറ്റ് ഓൾ ദീസ് പിറ്റിഫുൾ കിൻ. പിറ്റിഫുൾ കിൻ എന്ന് പറഞ്ഞാൽ, കിൻ എന്ന് പറഞ്ഞാൽ റിലേറ്റീവ്സ്, നമ്മൾ റിലേറ്റീവ്സ് ആണെന്ന് തോന്നുന്ന കുറച്ച് ആളുകൾ. ആർ ടു ബി ബോട്ട് ഔട്ട് ആൻഡ് മേഴ്സിഫുള്ളി ഗ്യാതേർഡ് ഇൻ. അവരെല്ലാവരും വന്നിട്ട് എന്താ ചെയ്യുന്നത്? ടു ലിവ് ഇൻ വില്ലേജസ് നെക്സ്റ്റ് ടു ദ തിയേറ്റർ ആൻഡ് ദ സ്റ്റോർ. അവർ എവിടെയാണ് താമസിക്കുന്നത്? തിയേറ്ററിൻ്റെയും സ്റ്റോറിൻ്റെയും ഒക്കെ അടുത്താണ് താമസിക്കുന്നത്. ദീസ് ബെനഫിഷ്യൻറ്റ് പീപ്പിൾ ഇൻക്ലൂഡ് റിയൽ എസ്റ്റേറ്റ്സ് ഏജൻറ്റ്സ് ആൻഡ് പൊളിറ്റീഷ്യൻസ്. ഇവരാരാണ്? റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റ്സ്, കച്ചവടക്കാർ, സ്ഥലം വിൽപ്പനക്കാർ, അതുപോലെ തന്നെ പൊളിറ്റീഷ്യൻസ്, രാഷ്ട്രീയക്കാരുമാണ് ഈ ഒരു ഗുണകാംക്ഷികളിൽ ഉൾപ്പെടുന്നത്. അവരെന്താ പറയുന്നത്? ടു ലിവ് ഇൻ വില്ലേജസ് നെക്സ്റ്റ് ടു ദ തിയേറ്റർ ആൻഡ് ദ സ്റ്റോർ വെർ ദേ വോണ്ട് ടു ഹാവ് ടു തിങ്ക് ഫോർ ദംസെൽഫ് എനിമോർ. അവർ കർഷകരെ നഗരത്തിലെ സിനിമാ തിയേറ്ററും മറ്റു വലിയ കടകളുമുള്ള സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കാമെന്നുള്ള പ്രലോഭനം നൽകുന്നു. ദേ പ്രോമിസ്, അവർ പ്രോമിസ് നൽകുകയാണ്, റെലക്കേറ്റിംഗ് ദം, അവരെ മാറ്റി പാർപ്പിക്കാമെന്ന്. ടു സച്ച് പ്ലേസസ് വെർ ദേ ക്യാൻ എക്സ്പീരിയൻസ് ദ സിനിമ ആൻഡ് ദ സ്റ്റോർ. ആ തിയേറ്ററിൻ്റെ അടുത്ത് ചെന്നാൽ നിങ്ങൾക്ക് സിനിമ കാണാം, അതുപോലെ തന്നെ ആ കടകളുടെ അടുത്തൊക്കെ നിങ്ങളെ മാറ്റി താമസിപ്പിക്കാം. അതുകൊണ്ട് ഈ ഒരു സ്ഥലം വിറ്റിട്ട് അവിടേക്ക് പോവാമെന്ന് ഇവരെ പ്രലോഭിപ്പിക്കുകയാണ്. ദ പ്രോമിസ് ടു റീപ്ലേസ് ദം ടു സച്ച് പ്ലേസസ് വെർ ദേ ക്യാൻ എക്സ്പീരിയൻസ് ദ സിനിമ ആൻഡ് ദ സ്റ്റോർ വെർ ദേ വോണ്ട് ഹാവ് ടു തിങ്ക് ഫോർ ദംസെൽവ്സ് എനിമോർ. അവിടെ ആയാൽ അവർക്ക് ഇതുവരെയുള്ള രീതിയിലുള്ള ജീവിതമൊന്നും അല്ല ഉണ്ടാവുക. ഹൗവർ ദ ഫ്രോസ്റ്റ് സേസ് ദാറ്റ് ദീസ് ബെനിഫിഷ്യൻറ്റ് പീപ്പിൾ ആർ സെൽഫിഷ്. ഈ ബെനിഫിഷ്യൻറ്റ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ ഒരിക്കലും നന്മ ഉദ്ദേശിക്കുന്നവരല്ല. ദേ ആർ സെൽഫിഷ്. അവർ ആർത്തിയുള്ളവരാണ്. ആസ് ദേ പ്രിറ്റൻഡ് ടു ഹെൽപ്പ് ദീസ് പുവർ പീപ്പിൾ ഫോർ ദെയർ ഓൺ അഡ്വാൻറ്റേജ്. അവർ ഇവരെ സഹായിക്കുക എന്നുള്ള രീതിയിലാണ് വരുന്നത്, അഭിനയിച്ചുകൊണ്ടാണ് വരുന്നത്. പ്രിറ്റൻഡ് ടു ഹെൽപ്പ് ദീസ് പീപ്പിൾ, ഇവരെ സഹായിക്കാൻ വേണ്ടിയിട്ടല്ല, ഇവരെ ആരുടെ സ്വന്തം ലാഭത്തിനാണ്? അവരുടെ തന്നെ സ്വന്തം ലാഭത്തിന് വേണ്ടി പാവപ്പെട്ട ജനങ്ങളെ ചതിക്കുകയാണ്.
help these pure people for their own advantages. These cheats make the villagers completely depend on them. അല്ലെ, ഈ ഒരു ചതി പാവപ്പെട്ട ജനങ്ങളെ പൂർണ്ണമായും ഇവരെ ആശ്രയിക്കാൻ പ്രേരിപ്പിക്കുന്നു. അല്ലെ, വൈൽ ഗ്രീഡി ഗുഡ് ഡൂവേഴ്സ് ബെനഫിഷ്യൻ ബീസ്റ്റ് ഓഫ് പ്രേ. ഈ ലൈൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിലാണ് ആരാണ് ഗുഡ് ഡൂവേഴ്സ് എന്നും ആരാണ് ബെനഫിഷ്യൻ ബീസ്റ്റ് ഓഫ് പ്രേ എന്നും എക്സാമിന് ചോദിക്കാറുണ്ട്. സ്വാം ഓവർ ദെയർ ലിവ് എൻഫോഴ്സിങ് ബെനഫിറ്റ്. അല്ലേ, സ്വാം, അവരെല്ലാവരും, സ്വാം എന്ന് പറഞ്ഞാൽ എന്താ, ആ ഒരു വിളക്കിന് ചുറ്റും എന്ത് ചെയ്യുക, വട്ടം കൂടി നിൽക്കുന്ന പാറ്റകളെ പോലെ എന്നുള്ള പറയുന്നതാണ്. സ്വാം ഓവർ ദെയർ ലിവ്സ്. അല്ലെ, അവരുടെ ജീവിതത്തിലേക്ക് ചെല്ലുകയാണ്. ആൻഡ് എൻഫോഴ്സിങ് ബെനഫിറ്റ്സ്. അല്ലെ, അവരെ എൻഫോഴ്സ് ചെയ്യുകയാണ്. ദാറ്റ് ആർ കാൽക്കുലേറ്റഡ് ടു സൂട്ട് ദംസെൽഫ് ഔട്ട് ഓഫ് ദെയർ വിറ്റ്സ്. എന്നിട്ട് എന്താ പറയുന്നത്, ഇവർ ഒരിക്കലും ഇതുവരെ ഉണ്ടായിരുന്ന രീതിയിലല്ല ഇനി പെരുമാറുന്നത്. ദസ് റോബിങ് ദം ഓഫ് ദെയർ എബിലിറ്റി ടു തിങ്ക് ഫോർ ദംസെൽവ്സ് ഓർ ടു ബി ഇൻഡിപെൻഡൻറ്റ്. അല്ലേ, ഇത്തരം ഗുണകാംക്ഷികളുടെ കയ്യിൽപ്പെട്ടാൽ കർഷകർ സ്വയം ചിന്തിക്കാൻ പോലും ശക്തിയില്ലാത്തവരായി തീരുന്നു. ദാറ്റ് ആർ കാൽക്കുലേറ്റഡ് ടു സൂട്ട് ദം ഔട്ട് ഓഫ് ദെയർ വിറ്റ്സ്. അവരുടെ ബുദ്ധി ഉപയോഗിക്കാൻ അവർക്ക് കഴിയുന്നില്ല. വിറ്റ് മീൻസ് ഐഡിയാസ്. അല്ലേ, നല്ല അവരുടെ എബിലിറ്റി. ദസ് റോബിങ് ദ, അവരെ കൊള്ളയടിക്കുന്നത് അവരുടെ എബിലിറ്റി കൂടിയാണ് കൊള്ളയടിക്കപ്പെടുന്നത്. റോബിങ് ദം ദ എബിലിറ്റി ടു തിങ്ക് ഫോർ ദംസെൽവ്സ് ആൻഡ് ടു ബി ഇൻഡിപെൻഡൻറ്റ്. ആൻഡ് ബൈ ടീച്ചിങ് ദം ഹൗ ടു സ്ലീപ്പ് ദ സ്ലീപ്പ് ഓൾ ഡേ. അതുപോലെ തന്നെ അവരെ പഠിപ്പിക്കുകയാണെന്ത്, എങ്ങനെ ഉറങ്ങണമെന്ന്. അല്ലേ, ഡ്യൂറിങ് ദ ആൻഷ്യൻ ടൈം ദീസ് വില്ലേജേഴ്സ് യൂസ് ടു വർക്ക് ഡേ ആൻഡ് നൈറ്റ്. അല്ലേ, ആദ്യമൊക്കെ ഈ ഒരു കർഷകർ രാത്രിയും പകലും ഒരുപോലെ അധ്വാനിച്ചിരുന്നവരായിരുന്നു. ദിസ് പ്രോസസ് ഹാസ് ബീൻ ചേഞ്ച്ഡ് ബൈ ദീസ് ഗ്രീഡി ചീറ്റ്സ്. അല്ലേ, ഈ ഒരു പ്രോസസ്സ് എല്ലാം മാറ്റിയെടുക്കുന്നത് ഇവരാണ്. ഹു മാനിപ്പുലേറ്റ് ദീസ് ഇന്നസെൻറ്റ് വില്ലേജേഴ്സ്. അല്ലേ, നിഷ്കളങ്കരായ ഈ ഒരു ഗ്രാമീണരെ മാറ്റിയെടുക്കുകയാണ് അവർ ചെയ്യുന്നത്. ഇപ്പോൾ അവരുടെ ശരിക്കുള്ള ജോലി പോലും അവരിപ്പോൾ ചെയ്യുന്നില്ല. ഉള്ള ജോലി പോലും ശരിക്കും അവർ ചെയ്യുന്നില്ല. ദീസ് വില്ലേജേഴ്സ് ആർ നൗ ട്രബിൾഡ്. അല്ലേ, ഇപ്പോൾ അവരെല്ലാവരും പ്രയാസത്തിലാണ്. അല്ലേ, ദെയർ പ്രോസസ് ഹാസ് ബീൻ ചേഞ്ച്ഡ് ബൈ ദീസ് ഗ്രീഡി ഗുഡ് ഡൂവേഴ്സ് ഹു മാനിപ്പുലേറ്റ് ദീസ് ഇന്നസെൻറ്റ് വില്ലേജേഴ്സ് ആൻഡ് ആസ്ക് ദം നോട്ട് ടു യൂസ് ദെയർ ഓൺ ഐഡിയാസ്. തങ്ങളുടെ ബുദ്ധി ഒരിക്കലും ഉപയോഗിക്കണ്ട എന്നാണ് അവരോട് ഇവർ പറയുന്നത്. അല്ലെ, ഡിസ്ട്രോയ് ദെയർ സ്ലീപ്പിംഗ് അറ്റ് നൈറ്റ് ഇൻ ദ ആൻഷ്യൻ വേ. ദീസ് വില്ലേജേഴ്സ് ആർ നൗ ട്രബിൾഡ് ആൻഡ് അണേബിൾ ടു സ്ലീപ്പ് അറ്റ് നൈറ്റ്. അല്ലെ, ഇപ്പോൾ അവർ രാത്രി പോലും ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ആദ്യമൊക്കെ അവർ രാത്രിയും പകലും ഉറങ്ങാതെ കഷ്ടപ്പെട്ടവരായിരുന്നു. അല്ലെ, അവരുടെ സ്വന്തം ജീവിതത്തിന് വേണ്ടി കഷ്ടപ്പെട്ടവരായിരുന്നു. പക്ഷേ ഇന്ന് അവർക്ക് രാത്രി പോലും ഉറങ്ങാൻ പറ്റുന്നില്ല. ദേ വേർ അണേബിൾ ടു സ്ലീപ്പ് അറ്റ് നൈറ്റ് ബിക്കോസ് ദേ ഹാവൻ ഡൺ എനി വർക്ക് ഡ്യൂറിങ് ദ ഡേ. കാരണം അവർക്ക് പകൽ അധ്വാനിക്കാത്തത് കാരണം രാത്രിയിൽ ഉറക്കം വരുന്നില്ല. അപ്പോൾ അവരുടെ ജീവിതം കംപ്ലീറ്റ് ആയിട്ട് ആര് നഷ്ടപ്പെടുത്തി, ആര് മാറ്റിയെടുത്തു? ഈ ഒരു ഗ്രീഡി ഗുഡ് ഡൂവേഴ്സും ബെനിഫിഷ്യൻ ബീസ്റ്റ് ഓഫ് പ്രേയും കർഷകരുടെ ജീവിതത്തെ തന്നെ ആകെപ്പാടെ മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ നല്ല രീതിയിലുള്ള മാറ്റമല്ല വരുന്നത്. ഇതുവരെ ഉണ്ടായിരുന്നതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി ഒരു കാര്യത്തിനും അവരെ പറ്റാത്ത അവസ്ഥയിലേക്കാണ് ഇവർ മാറ്റിയെടുക്കുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് ലൈൻ. സംടൈംസ് ഐ ഫീൽ മൈസെൽഫ് ഐ ക്യാൻ ഹാർഡ്ലി ബിയർ the thought of so much childish longing in vain, the sadness that lurks near the open window there, that waits all day in almost open prayer for the squeal of brakes, the sound of a stopping car, of all thousand selfish cars that pass, just one to inquire what a farmer prices are, and one did stop, but only to plow up grass, and using the yard to back and turn around, and another to ask the way where it was bought, and another asked to could they sell it is a gallon of gas. Through this line, Frost talks about his own personal feelings. ഈ ഒരു ലൈനുകളിലൂടെ കവി തൻ്റെ മനസ്സിലെ ചിന്തകളാണ് പറയുന്നത്, തൻ്റെ വികാരങ്ങളാണ് പ്രകടിപ്പിക്കുന്നത്. എന്താണ് അദ്ദേഹം പറയുന്നത്?
He is unhappy about the farmer's battered hopes. കർഷകൻ്റെ നടക്കാത്ത ആശകളിൽ കവിക്ക് ദുഃഖം തോന്നുകയാണ്. ഹീസ് അൺഹാപ്പി എബൌട്ട് ദ ഫാർമേഴ്സ് പ്ലൈറ്റ്, അല്ലേ, ഫാർമറുടെ വിധിയിൽ അദ്ദേഹത്തിന് സങ്കടം തോന്നുകയാണ്. സംടൈംസ് ഐ ഫീൽ മൈസെൽഫ് ഐ ക്യാൻ ഹാർഡ്ലി ബെയർ, എനിക്കൊരിക്കലും സഹിക്കാൻ കഴിയുന്നില്ല. ദ തോട്ട് ഓഫ് സോ മച്ച് ചൈൽഡിഷ് ലോങ്ങിങ് ഇൻ വെയിൻ, അല്ലേ, എൻ്റെ ആഗ്രഹങ്ങളെല്ലാം വൃഥാവിലാകുകയാണ്, അല്ലേ, വെയിൻ, അല്ലേ, കാര്യമില്ലാതാവുകയാണ്. The sadness that lurks near the open window there. The windows of the farmer's house. അല്ലേ, ഈ ഒരു പിന്നെ കർഷകരുടെ ജനവാതിലുകളിലാണ് സങ്കടം നിൽക്കുന്നത്. ദാറ്റ് വെയിറ്റ്സ് ഓൾ ഡേ ഇൻ ഓൾമോസ്റ്റ് ഓപ്പൺ പ്രെയർ, അല്ലേ, അവരിങ്ങനെ കാത്തിരിക്കുകയാണ്. ദ വിൻഡോസ് ഓഫ് ദ ഫാർമേഴ്സ് ഹൗസ് ആർ ഓപ്പൺ ടു ഹിയർ ദ സൗണ്ട് ഓഫ് എ കാർ. അവർ രാത്രിയും പകലുമൊക്കെ കാത്തിരിക്കുകയാണ്. എന്തിനു വേണ്ടി? ടു ഹിയർ ദ സൗണ്ട് ഓഫ് എ കാർ, അല്ലെ, ഏതെങ്കിലും ആളുകൾ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ വരുന്നുണ്ടോ എന്ന് വളരെ പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ഗ്രാമീണതയാണ് നമ്മളിവിടെ കാണുന്നത്. എന്തിനു വേണ്ടിയാണ് അവർ കാത്തിരിക്കുന്നത്? ഫോർ ദ സ്ക്വീൽ ഓഫ് ബ്രേക്സ്. എന്തിൻ്റെ സൗണ്ടാണ് സ്ക്വീൽ ഓഫ് ബ്രേക്സ് എന്ന് പറഞ്ഞാൽ ബ്രേക്ക് അല്ലെങ്കിൽ ടയറിൻ്റെ ശബ്ദം. ദ സൗണ്ട് ഓഫ് എ സ്റ്റോപ്പിംഗ് എ കാർ, അതല്ല, ഒരു വാഹനം നിർത്തുന്നത് കാണാൻ, അല്ലെങ്കിൽ ആ വാഹനം നിർത്തുന്ന സൗണ്ട് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്, അല്ലേ. സൗണ്ട് ഓഫ് എ കാർ സ്റ്റോപ്പിംഗ് ടു മേക്ക് സം പർച്ചേസ്, അല്ലേ, എന്തെങ്കിലും സാധനം വാങ്ങാൻ വേണ്ടി വരുന്ന കാറിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓഫ് ആൾ ദ 1000 സെൽഫിഷ് കാർസ് ദാറ്റ് പാസ്, അല്ലേ, ഇതിൽ നമ്മൾ പറഞ്ഞു ഇവിടെ ഒരു ഫിഗർ ഓഫ് സ്പീച്ച് യൂസ് ചെയ്തിട്ടുണ്ട്, ട്രാൻസ്ഫേർഡ് എപ്പിത്തറ്റ്, സെൽഫിഷ് കാർസ്. ഇവിടെ ഒരിക്കലും കാറല്ല സെൽഫിഷ്, കാറിലുള്ള യാത്രക്കാരാണ് സെൽഫിഷ്. ട്രാൻസ്ഫേർഡ് എപ്പിത്തറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അതിന് 2 എക്സാമ്പിളാണ് പറഞ്ഞത്, പോളിഷ്ഡ് ട്രാഫിക് ആൻഡ് സെൽഫിഷ് കാർസ്. ദാറ്റ് പാസ് ജസ്റ്റ് വൺ ടു ഇൻക്വയർ, അല്ല, ഈ ഒരു സെൽഫിഷ് കാറുകൾ എന്തിനു വേണ്ടിയാണ് വരുന്നത്? ജസ്റ്റ് വൺ ടു ഇൻക്വയർ വാട്ട് ദ ഫാർമേഴ്സ് പ്രൈസസ് ആർ, അല്ലേ. ദ ഫാർമേഴ്സ് ആർ ഓൾവേസ് ഡിസപ്പോയിൻറ്റഡ്, എപ്പോഴും ഇവർ നിരാശപ്പെടുകയാണ്. കാരണം ആസ് ദ കാർ സ്റ്റോപ്പ് ഐദർ ടു എൻക്വയർ അബൌട്ട് ദ റോഡ് ഓർ ദ ഫാർമേഴ്സ് പ്രൈസസ്, അല്ലേ, ഈ ഒരു കർഷകൻ്റെ ഉൽപ്പന്നങ്ങളുടെ വില ചോദിക്കാൻ. ആൻഡ് വൺ ഡിഡ് സ്റ്റോപ്പ്, എന്നാൽ ചില ആളുകൾ നിർത്തുന്നത് എന്തിനു വേണ്ടിയാണ്? ബട്ട് ഓൺലി ടു പ്ലോ അപ്പ് ഗ്രാസ് ഇൻ യൂസിങ് ദ യാർഡ് ടു ബാക്ക് ആൻഡ് ടേൺ അറൗണ്ട്, അല്ലേ, ജസ്റ്റ് യൂസ് ടു ദ കാർ ടു റിവേഴ്സ് ദ കാർ, അല്ലേ, ഈ ഒരു മുറ്റം കാറ് തിരിക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയാണ് ചില ആളുകൾ നിർത്തുന്നത്. ആൻഡ് വൺ അനദർ ടു ആസ്ക് ദ വേ വേർ ഇറ്റ് വാസ് ബൗണ്ട്, ചില ആളുകൾ ചോദിക്കുന്നത് എന്തിനു വേണം? ടു എൻക്വയർ അബൌട്ട് ദ റോഡ്, റോഡിനെ കുറിച്ച് വഴി ചോദിക്കാൻ വേണ്ടിയാണ് നിർത്തുന്നത്. ഓർ അനദർ ടു ആസ്ക് കുഡ് ദേ സെൽ ഇൻ ദ ഗാലൻ ഓഫ് ഗ്യാസ്, ചില ആളുകൾ ചോദിക്കുന്നത് എന്തിനാണ്? ടു സീ ഇഫ് ദർ ഈസ് എനി പെട്രോൾ അറൗണ്ട്, അല്ലെ, ചുറ്റും എവിടെയെങ്കിലും പെട്രോൾ ലഭിക്കാനുണ്ടോ എന്നറിയാൻ വേണ്ടിയാണ്. ഗാലൻ ഓഫ് ഗ്യാസ് എന്ന് പറഞ്ഞാൽ പെട്രോൾ, പെട്രോൾ എവിടെയെങ്കിലും കിട്ടുമോ എന്നറിയാൻ വേണ്ടിയാണ് നിർത്തുന്നത്, അല്ലാതെ ഇവരുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ വേണ്ടിയല്ല. സോ ദ ഫാർമേഴ്സ് ഓൾവേസ് ഡിസപ്പോയിൻറ്റഡ്, എപ്പോഴും കർഷകർ നിരാശയിലാണ്. കാരണം അവർ വളരെയധികം ആകാംക്ഷയോട് കാത്തിരിക്കുന്നത് എന്തിനു വേണ്ടി? അവരുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ വരുന്ന ആളുകളെയാണ് അവർ വെയിറ്റ് ചെയ്യുന്നത്. പക്ഷേ അവർ വരുന്നത് മിയർലി എൻക്വയർ അബൌട്ട് ദ റോഡ് ഓർ ഇഫ് there any petrol around or ask the price of the goods or just use the yard to reverse the car. ഇതിനു വേണ്ടി മാത്രമാണ്. അതോടുകൂടെ കർഷകൻ നിരാശയിലായി മാറുകയാണ്. ഇത് കണ്ടിട്ടാണ് ആർക്ക് സങ്കടം തോന്നുന്നത്? ദ പോയറ്റ് ഫീൽസ് അൺഹാപ്പി, പോയറ്റിന് വിഷമം തോന്നുന്നത്. ഓക്കെ, നെക്സ്റ്റ് ലൈൻ നോക്കാം. And another, they couldn't this grossly, they had none, didn't it see? No, in the country money, the country scale of gain, to requisite lift of spirit has never been found, or so the voice of the country seems to complain. I can't help owing the great relief it would be to put these people at one stroke out of their pain, and next they, as I come back into the scene, I wonder how I should like to you come to me and offer to put me gently out of my pain. Through this line, the poet says that he feels that these villages should be put out of pain and hardship of life.
ഈ ഒരു വരികളിലൂടെ കർഷകൻ തൻ്റെ വേദനകളും പ്രയാസങ്ങളും അവസാനിപ്പിക്കണമെന്നാണ് കവിക്ക് പറയാനുള്ളത്. According to poet, these country people have yet found the progress which is evidently visible through their way of life. ഇവരെന്തിനു not in the country money, the country scale of gain. To requisite lift of the spirit has never been found. So the voice of the country seems to complain. I can't help owing the great relief it would be. Frost feels that all these villages should be put out of pain and hardship of life. ജനങ്ങൾ കർഷകർ തങ്ങളുടെ പ്രയാസങ്ങൾ അവസാനിപ്പിക്കണമെന്നാണ് പോയറ്റിന് പറയാനുള്ളത്. I can't help owing the great relief it would be. എനിക്ക് ഇവരെ സഹായിക്കാൻ കഴിയുന്നില്ല. To put these people at one stroke out of their life. ഒറ്റയടിക്ക് കർഷകരുടെ സങ്കടങ്ങൾ മാറ്റാൻ എനിക്ക് സാധിക്കുന്നില്ല. And next day as I come back into the scene, I wonder how should I like to come to me. Scene means സ്വബോധം. അവർക്ക് സ്വബോധം എന്നാണ് വരുന്നത് എന്ന് അദ്ദേഹത്തിന് ആശങ്കയാവുകയാണ്. ഈ പ്രശ്ന പരിഹാരത്തിന് ഈ കർഷകരുടെ ജീവിതത്തിൽ യാതൊരു അഭിവൃദ്ധിയും ഉണ്ടാകുന്നില്ല, ഒരു ക്ഷേമവും ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് അവരുടെ പ്രശ്ന പരിഹാരത്തിന് എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് വളരെ ആഴത്തിൽ ചിന്തിക്കുകയാണ് കവി. I wonder how should I like to you come to me and offer to put me gently out of my pain. ഈ ഒരു പ്രയാസത്തിൽ നിന്ന് എങ്ങനെ മോചിപ്പിക്കാം. According to the poet, these country people have not yet found progress which is evidently visible through their way of life. ഒരിക്കലും അവർക്ക് അഭിവൃദ്ധി ഉണ്ടാകുന്നില്ല. ഇതെല്ലാം അവരുടെ ജീവിതത്തിൽ നമുക്ക് വ്യക്തമാണ്. അതുകൊണ്ട് he wonders for some solution. ഒരു പ്രശ്ന പരിഹാരത്തിന് വേണ്ടി അദ്ദേഹം ആഗ്രഹിക്കുകയാണ്. By which the farmers can be freed from such painful existence. ഈ രീതിയിലുള്ള വേദനാജനകമായ അവരുടെ ജീവിതത്തിൽ നിന്ന് എങ്ങനെയാണ് ഇവർക്കൊരു മോചനം ഉണ്ടാകുന്നത് എന്ന് കവി വളരെയധികം ആഴത്തിൽ ചിന്തിക്കുകയാണ്. നമ്മൾ പറഞ്ഞു അവസാനം പോയിട്ട് തൻ്റെ സങ്കടമാണ് ഇതിലൂടെ പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പോയം. ഇനി നമുക്ക് ഇതിൻ്റെ ഗ്ലോസറിയും കൂടി ഒന്ന് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കാണാം ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. ഫസ്റ്റ്, ദെൻ സെക്കൻഡ് ആൻഡ് തേർഡ് സെക്ഷൻസ്. അപ്പോൾ ക്വസ്റ്റ്യൻ ആൻസറും കൂടെ നമുക്കൊന്ന് വായിച്ച് നോക്കാം. ഫ്രം വിച്ച് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഫ്രം വിച്ച് ആന്തോളജി ഈസ് ദ പോയം എ റോഡ് സൈഡ് സ്റ്റാൻഡ് ടേക്കൺ. ഇത് ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻ ആണ്. ഏത് ആന്തോളജിയിൽ നിന്നാണ് എ റോഡ് സൈഡ് സ്റ്റാൻഡ് എന്ന പോയം എടുത്തിരിക്കുന്നത്? അപ്പോൾ എ ഫർദർ റേഞ്ച് 1936. ഈ ഒരു പോയത്തിൽ നിന്നാണ്, ഈ ഒരു ആന്തോളജിയിൽ നിന്നാണ് റോഡ് സൈഡ് സ്റ്റാൻഡ് എന്ന പോയം എടുത്തിരിക്കുന്നത്. The second question, the woods are lovely, dark and deep. It is from the poem A Mending Wall. Birches, the road not taken, stopping by woods on snowy evening. ഇതും ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. The woods are lovely, dark and deep എന്നുള്ളത് ഏത് പോയത്തിൽ നിന്ന് എടുത്തതാണ്? സ്റ്റോപ്പിംഗ് ബൈ ദ വുഡ്സ് ആൻഡ് ദ സ്നോയി ഈവനിങ് എന്ന പോയത്തിൽ നിന്നാണ് എടുത്തത്. ഡി ആണ് അതിൻ്റെ ആൻസർ. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ, യുത്തനേഷ്യ ഈസ് എ ടേം വിച്ച് മീൻസ്. യുത്തനേഷ്യയുടെ അർത്ഥം എന്താണ്? ഇതും ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. മേഴ്സി കില്ലിംഗ് എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഫോർത്ത് ക്വസ്റ്റ്യൻ, ദ സാഡ്നെസ് ദാറ്റ് ലാക്സ് നിയർ ദ ഓപ്പൺ വിൻഡോ. ഇതിൽ ഏത് ഫിഗർ ഓഫ് സ്പീച്ചാണ് യൂസ് ചെയ്തത്? പേഴ്സോണിഫിക്കേഷൻ എന്ന ഫിഗർ ഓഫ് സ്പീച്ചാണ് ഇതിൽ യൂസ് ചെയ്തത്. പേഴ്സോണിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ സങ്കടം നിൽക്കുന്നത് ഇവിടെ ഈ ഒരു വികാരത്തെയാണ് ഒരു പേഴ്സണായിട്ട് പറയുന്നത്. പേഴ്സോണിഫിക്കേഷൻ. ദെൻ സെക്കൻഡ് പാർട്ടിലുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് ആർ ദ റീസൺസ് ഫോർ വിച്ച് എ കാർ മേ സ്റ്റോപ്പ് ഇൻ ഫ്രണ്ട് ഓഫ് ദ റോഡ് സൈഡ് സ്റ്റാൻഡ് അക്കോർഡിംഗ് ടു ദ ഫാർമർ. കർഷകൻ്റെ അഭിപ്രായത്തിൽ എന്തൊക്കെ കൊണ്ടാണ് റോഡരികിൽ കാറുകൾ നിർത്തുന്നത്? എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ്?
According to the farmer, a car may stop in front of the roadside stand to inquire price of some items, or to use the yard to reverse the car, or to ask where the road led to, or to ask if there any petrol around. ഉൽപ്പന്നങ്ങളുടെ വില ചോദിക്കാനും മുറ്റത്തിട്ട് കാറ് തിരിക്കുവാനും വഴി ചോദിക്കുവാനും പെട്രോൾ എവിടെ കിട്ടുമെന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയാണ് കാറുകൾ നിർത്തുന്നത്. Then the second question, what is the promise offered by the motion pictures? സിനിമ എന്ത് വാഗ്ദാനമാണ് ഇവർക്ക് നൽകുന്നത്? The motion pictures shows the prosperous and glamorous life of the city people. നഗരവാസികളുടെ അഭിവൃദ്ധിയുള്ള ആർഭാടമായ ജീവിതമാണ് സിനിമകൾ ഇവർക്ക് കാണിച്ചു കൊടുക്കുന്നത്. And tell them if there is money, one can enjoy such a luxurious and comfortable life in the city, instead of struggling and getting bored in the villages. കയ്യിൽ പണം ഉണ്ടെങ്കിൽ അത്തരം ആർഭാട ജീവിതം ആസ്വദിക്കാമെന്ന് സിനിമ വാഗ്ദാനം ചെയ്യുന്നു. ഗ്രാമത്തിൽ കിടന്ന് നരകിക്കുന്നതിലും എത്രയോ ഭേദമാണ് നഗരജീവിതമെന്നാണ് അവരോട് അവർ പറയുന്നത്. The third question, what is the attitude of the city dwellers towards the roadside stand? നഗരവാസികൾക്ക് റോഡ് സൈഡ് സ്റ്റാൻഡിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? The attitude of the city dwellers towards the roadside stand is that utter selfishness and disregard. അവർക്കതിനോട് പുച്ഛമാണ്. They don't want buy anything, അല്ലേ, അവരുടെ സാധനങ്ങളൊന്നും അവർക്ക് ആവശ്യമില്ല. ഈവൻ ഇഫ് ദ കാർ സ്റ്റോപ്സ്, അല്ലേ, ഒരു കാർ എന്നെ എന്തിനെങ്കിലും നിർത്തുകയാണെങ്കിൽ ഈസ് ടു എൻക്വയർ അബൌട്ട് ദ റോഡിനെ കുറിച്ച് ചോദിക്കാനോ, ടു ആസ്ക് വെർ ദ ഗെറ്റ് പെട്രോൾ എവിടെയെന്ന് കിട്ടാനോ, ഓർ സിംപ്ലി ടു നോ ദ പ്രൈസസ് ഈവൻ ടു യൂസ് ദ കാർ. ഇനി അതുമല്ല, സാധനങ്ങളുടെ വില ചോദിക്കാനോ അല്ലെങ്കിൽ കാറ് റിവേഴ്സ് ചെയ്യാനോ വേണ്ടി മാത്രമാണ് അവർ അവിടെ നിർത്തുന്നത്. അവർക്ക് ഈ ഒരു റോഡ് സൈഡ് സ്റ്റാൻഡിനോട് വളരെയധികം പുച്ഛമാണ്. ഇത് ഗ്രാമീണ ഭംഗി തന്നെ നശിപ്പിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. The fourth question, explain the figure of speech, the selfish cars and polished traffic. ഇത് നമ്മൾ പോയതിൽ ഡിസ്കസ് ചെയ്തതാണ്, അല്ലേ. ഇൻ ബോത്ത് വി സി ട്രാൻസ്ഫേർഡ് എപ്പിത്തറ്റ്, അല്ലേ, ഇതിൽ രണ്ടിലും നമ്മൾ കാണുന്നത് ട്രാൻസ്ഫേർഡ് എപ്പിത്തറ്റാണ്. ഇറ്റ് ഈസ് എ ഫിഗർ ഓഫ് സ്പീച്ച്. ഇതൊരു ഫിഗർ ഓഫ് സ്പീച്ചാണ്. ഇൻ വിച്ച് ദ മോഡിഫയർ ഈസ് ഷിഫ്റ്റഡ് ഫ്രം ആനിമേറ്റ് ടു ദ ഇനാനിമേറ്റ്. ഇവിടെ മോഡിഫയർ ജീവനുള്ളതിൽ നിന്നും ജീവനില്ലാത്തതിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടുകയാണ്. ഇൻ സെൽഫിഷ് കാർസ്, ദ കാർസ് ആർ നോട്ട് സെൽഫിഷ് ബട്ട് ദ പാസഞ്ചേഴ്സ് ആർ സെൽഫിഷ്. സെൽഫിഷ് കാർ എന്നതിൽ ഒരിക്കലും കാറല്ല സെൽഫിഷ്, പക്ഷേ അതിലെ യാത്രക്കാരാണ് സെൽഫിഷ്. സിമിലർലി, ഇതുപോലെ തന്നെ പോളിഷ്ഡ് ട്രാഫിക് എന്നതിൽ പോളിഷ്ഡ് റെഫേഴ്സ് ടു ദ ട്രാഫിക്. പോളിഷ്ഡ് ആയതാണ് റെഫേഴ്സ് നോട്ട് ടു ദ ട്രാഫിക്കിലെ ട്രാഫിക് അല്ല, ബട്ട് ടു ദ സ്നോബിഷ് ആൻഡ് സൊഫിസ്റ്റിക്കേറ്റഡ് പീപ്പിൾ ഹൂ ട്രാവൽസ് ഇൻ കാർ. കാറിൽ യാത്ര ചെയ്യുന്ന സെൽഫിഷായ, സ്നോബിഷായ, അല്ലെ, പൊങ്ങച്ചക്കാരായ യാത്രക്കാരെയാണ് പറയുന്നത്. ആരാണവർ? ടിപ്പിക്കൽ ഓഫ് മോഡേണൈസേഷൻ, അല്ലേ, ഇതൊക്കെ മോഡേൺ പീപ്പിളാണ്. ഇവരെയാണ് ഇതിലൂടെ പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും ഏത് ഫിഗർ ഓഫ് സ്പീച്ചാണ്? ട്രാൻസ്ഫേർഡ് എപ്പിത്തറ്റ്, അല്ലേ. ഇതിന് മുന്നേ നമ്മൾ പറഞ്ഞത് പേഴ്സോണിഫിക്കേഷൻ. Then the fifth question, how is the country scale of gain contrasted with that of city? ഗ്രാമത്തിൻ്റെ നേട്ടങ്ങൾ എങ്ങനെയാണ് നഗരവുമായി വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? മണി ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് റിക്വയർമെൻറ്റ് ഓഫ് മാൻ ഇൻ മോഡേൺ വേൾഡ്. പണമാണ് മനുഷ്യന് ഈ ആധുനിക യുഗത്തിൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത്. ഇഫ് വൺ ഹാസ് മണി അറ്റ് ഹാൻഡ്, ഒരാൾക്ക് കയ്യിൽ പണമുണ്ടെങ്കിൽ, then he feels confident and feeling of this spirit being lifted, അല്ലെ, ആത്മവിശ്വാസവും സന്തോഷവും ഉണ്ടായിരിക്കും. ഇൻ ദ കൺട്രി there is no money, in the villages there is no money. എന്നാൽ ഗ്രാമീണർക്ക് ഒരിക്കലും പണമില്ല. but there is money in the city, പക്ഷേ നഗരങ്ങളിൽ ഒരുപാട് പണമുണ്ട്. ഇതാണ് നഗര ജീവിതവും ഗ്രാമീണ ജീവിതവും തമ്മിലുള്ള വ്യത്യാസം.
അവരുടെ ജീവിത രീതിയിൽ തന്നെ ദേ ഹാവ് ദ ഡിഫറെൻറ്റ് വേ ഓഫ് ലൈഫ്, അല്ലേ? ജീവിക്കുന്നതിൽ തന്നെ അവർക്ക് മാറ്റങ്ങളുണ്ട്. ദ സിക്സ്ത് ക്വസ്റ്റ്യൻ, ഹു ആർ ദ ബെനിഫിഷ്യൻറ്റ് ബീസ്റ്റ് ഓഫ് പ്രേ ആൻഡ് ഗ്രീഡി ഗുഡ് ഡൂവേഴ്സ്, അല്ലേ? ഇതും വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ക്വസ്റ്റ്യനാണ്. ആരാണ് ബെനിഫിഷ്യൻറ്റ് ബീസ്റ്റ് ഓഫ് പ്രേ ആൻഡ് ഗ്രീഡി ഗുഡ് ഡൂവേഴ്സ്? ദ ബെനിഫിഷ്യൻറ്റ് ബീസ്റ്റ് ഓഫ് പ്രേ ആൻഡ് ദ സാവേജ്ലി ക്രൂവൽ ആൻഡ് റൂത്ത്ലെസ് പീപ്പിൾ ഹു പ്രിറ്റൻഡ് ടു ബി കൈൻഡ് ആൻഡ് ചാരിറ്റബിൾ. തൻ കാര്യം മാത്രം നോക്കുന്ന അത്യാഗ്രഹികളായ ആളുകളാണ് ഇവർ. കണ്ടാൽ നമുക്ക് ദയയുള്ളവരാണ്, ചാരിറ്റബിൾ ആണെന്നൊക്കെ തോന്നും, പക്ഷേ അവർ വളരെയധികം ക്രൂരന്മാരാണ്. ദ ഗ്രീഡി ഗുഡ് ഡൂവേഴ്സ് ആർ ദോസ് ഹു പ്രിറ്റൻഡ് ടു ബി ഗുഡ് ബട്ട് ആക്ച്വലി ദേ ആർ ഗ്രീഡി. ഗ്രീഡി ഗുഡ് ഡൂവേഴ്സിനെ കണ്ടാൽ നമുക്ക് തോന്നും അവർ നല്ലവരാണെന്ന്, പക്ഷേ ആക്ച്വലി ദേ ആർ ഗ്രീഡി, അവർ അത്യാഗ്രഹികളാണ്. ഇൻ ദ നെയിം ഓഫ് ഡൂയിങ് ഗുഡ്, നന്മ ചെയ്യുക എന്ന വ്യാജേന ദേ എക്സ്പ്ലോയിറ്റ് ആൻഡ് ചീറ്റ് ദ പുവർ, അവർ പാവപ്പെട്ട ജനങ്ങളെ ചൂഷണം ചെയ്യുകയും ചതിക്കുകയും ചെയ്യുന്നു. ദെൻ ബെനിഫിഷ്യൻറ്റ് ബീസ്റ്റ് ഓഫ് പ്രേ എന്ന് പറഞ്ഞാൽ റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റ്സ്, അല്ലേ? അംബീഷ്യസ് പൊളിറ്റീഷ്യൻസ്, റിയൽ എസ്റ്റേറ്റ് ഏജൻസും അതുപോലെ തന്നെ അത്യാഗ്രഹികളായ രാഷ്ട്രീയക്കാരും, അവരെല്ലാം വരുന്നത് അണ്ടർ ദിസ് കാറ്റഗറി, ഈ ഒരു കാറ്റഗറിക്ക് താഴെയാണ് അവരെല്ലാം വരുന്നത്. ഇനി തേർഡ് പാർട്ടിലെ ക്വസ്റ്റ്യൻസ് ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാം. കമൻറ്റ് ഓൺ ദ ഫ്രോസ്റ്റ് സ്കിൽഫുൾ യൂസ് ഓഫ് ദ ഫിഗർ ഓഫ് സ്പീച്ച് ഇൻ ദ പോയം. ഫ്രോസ്റ്റിൻ്റെ അലങ്കാരങ്ങളുടെ ഉപയോഗം വിശദീകരിക്കുക. ഇതിൽ പ്രധാനമായും ഫ്രോസ്റ്റിലെ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റീസ് ഓഫ് ദ ഫ്രോസ്റ്റ് പോയട്രി ഈസ് ദ യൂസ് ഓഫ് ഫിഗർ ഓഫ് സ്പീച്ചസ് വെരി എഫക്റ്റീവ്ലി. ഫിഗർ ഓഫ് സ്പീച്ച് വളരെ നന്നായി ഉപയോഗിക്കുന്ന ഒരു പോയറ്റാണ് ഫ്രോസ്റ്റ്, അല്ലേ? അദ്ദേഹം ഇതിൽ ഇൻ ദിസ് പോയം ഫ്രോസ്റ്റ് ഹാസ് യൂസ്ഡ് അലിട്രേഷൻ, ഓക്സിമറോൺ, പേഴ്സോണിഫിക്കേഷൻ ആൻഡ് ട്രാൻസ്ഫേർഡ് എപ്പിത്തറ്റ്. ഇതിൽ അദ്ദേഹം അലിട്രേഷനും ഓക്സിമറോണും പേഴ്സോണിഫിക്കേഷനും ട്രാൻസ്ഫേർഡ് എപ്പിത്തറ്റ് എല്ലാം ഉപയോഗിച്ചിട്ടുണ്ട്. അലിട്രേഷൻ നമുക്ക് എന്തിൽ കാണാം? അലിട്രേഷൻ എന്ന് പറഞ്ഞാൽ റിപ്പീറ്റേഷൻ ഓഫ് ദ ഇനീഷ്യൽ സൗണ്ട്സ്, തുടക്കമുള്ള ആ ഒരു സൗണ്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നതിനെയാണ് അലിട്രേഷൻ പറയുന്നത്. വി ഹാവ് അലിട്രേഷൻ ബെനിഫിഷ്യൻറ്റ് ബീസ്റ്റ്, ഇവിടെ നമുക്ക് അലിട്രേഷൻ കാണാം. ഗ്രീഡി ഗുഡ് ഡൂവേഴ്സ്, അല്ലേ? ഗ്രീഡി ഗുഡ്, അല്ലേ? ഇതിൽ രണ്ടിലും ഗ്രീഡി ഗുഡ്, ഇവിടെയും നമുക്ക് അലിട്രേഷൻ കാണാം. അതുപോലെ തന്നെ ഓക്സിമറോൺ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതാണ്. ഇതിൽ നമുക്ക് എന്ത് കാണാം? ഇൻ ബെനിഫിഷ്യൻറ്റ് ബീസ്റ്റ് ഓഫ് പ്രേ ഗ്രീഡി ഗുഡ് ഡൂവേഴ്സ് വി ഹാവ് 5 എക്സാമ്പിൾസ് ഓഫ് ഓക്സിമറോൺ. നമുക്ക് ഓക്സിമറോൺ കാണാം. ദ പേഴ്സോണിഫിക്കേഷൻ വെൻ ദ പോയറ്റ് സേസ് ദാറ്റ് ദ സാഡ്നെസ് ദാറ്റ് ലർക്സ് നിയർ ദ ഓപ്പൺ വിൻഡോ. ഈ ഒരു വരികളിലൂടെ നമുക്ക് പേഴ്സോണിഫിക്കേഷൻ കാണാൻ സാധിക്കും. ദ ട്രാൻസ്ഫേർഡ് എപ്പിത്തറ്റ് ക്യാൻ ബി ഫൗണ്ട് ഇൻ ദ പോളിഷ്ഡ് ട്രാഫിക് ആൻഡ് സെൽഫിഷ് കാർസ്. അതുപോലെ തന്നെ ട്രാൻസ്ഫേർഡ് എപ്പിത്തറ്റ് നമുക്ക് പോളിഷ്ഡ് ട്രാഫിക്കിലൂടെയും സെൽഫിഷ് കാറിലൂടെയും കാണാൻ സാധിക്കും. ദ ട്രാഫിക് ഈസ് നോട്ട് പോളിഷ്ഡ് ബട്ട് ദ പീപ്പിൾ ഹു ട്രാവൽ ഇൻ വെഹിക്കിൾസ് ആർ പോളിഷ്ഡ്. സിമിലർലി ദ കാർസ് ആർ നോട്ട് സെൽഫിഷ് ബട്ട് പാസഞ്ചേഴ്സ് ആർ സെൽഫിഷ്. ഇത്രയും കാര്യം ഫിഗർ ഓഫ് സ്പീച്ച് ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് he can say things powerfully using such figure of speeches, അല്ലേ? ഒരുപാട് ഫിഗർ ഓഫ് സ്പീച്ച് ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കും. The second question, which is the person of the farmer that is revealed in the dramatic monologue. ആത്മകഥത്തിൽ കാണുന്ന കൃഷിക്കാരൻ്റെ പ്രകൃതി എന്താണ്? ഇത് നമുക്ക് ആ പോയം വായിക്കുന്നതിലൂടെ മനസ്സിലാക്കാം, അല്ലേ? ഓരോ കാറുകളിൽ വന്ന് നിർത്തുമ്പോൾ അവൻ്റെ അല്ലെങ്കിൽ ഈ കർഷകൻ്റെ മനസ്സിൽ വരുന്ന ചിന്തകളും, അല്ലെ, അവൻ്റെ പ്രത്യാശകളും ഒക്കെയാണ് ഇതിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളത് നോക്കുക. മൂന്നാമത്തത്, ഡു യു തിങ്ക് യുത്തനേഷ്യ വുഡ് ബി ബെറ്റർ ടൈറ്റിൽ ഫോർ ദിസ് പോയം ജസ്റ്റിഫൈ. യുത്തനേഷ്യ എന്നുള്ളത് ഈ ഒരു കവിതയ്ക്ക് ചേരുന്ന തലക്കെട്ടാണോ? ദയാവധം, അല്ലേ? ഐ തിങ്ക് യുത്തനേഷ്യ വുഡ് ബി എ ബെറ്റർ ടൈറ്റിൽ ഫോർ ദ പോയം ബിക്കോസ് എ റോഡ് സൈഡ് സ്റ്റാൻഡ് ഈസ് നോട്ട് സജസ്റ്റീവ് ഫോർ എനിത്തിങ്. അല്ലെ, യുത്തനേഷ്യ മീൻസ് മേഴ്സി കില്ലിങ്. In this poem, we do see some kind of mercy killing.
അല്ലേ? നമുക്ക് ഈ ഒരു പോയത്തിലൂടെ ഒരു തരത്തിലുള്ള ഒരു ദയാവധം നമുക്ക് കാണാൻ സാധിക്കും. ആരെയാണ് ദയാവധം നടത്തുന്നത്? പാവപ്പെട്ട കൃഷിക്കാരന് ദയാവധം നടത്തുകയാണ്. നാലാമത്തത്, ഹൗ ഡസ് ഫാർമേഴ്സ് ആസസ് ദ സിറ്റി ലൈഫ്? കർഷകൻ എങ്ങനെയാണ് നഗര ജീവിതത്തെ നോക്കിക്കാണുന്നത്? അല്ലേ? കർഷകൻ വളരെയധികം ആകാംക്ഷയോടെ പ്രത്യാശയോടെയാണ് നഗര ജീവിതത്തെ നോക്കിക്കാണുന്നത്. അതൊക്കെ നമുക്ക് പോയത്തിലൂടെ നമുക്ക് എഴുതാൻ സാധിക്കും. ഇതിൻ്റെ നോട്ട്സ് ഞാൻ ഇതിൻ്റെ കൂടെ സെൻഡ് ചെയ്ത് തരാം. ഓക്കെ, ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നൗ ഐ ഹിയർ ടു സ്റ്റോപ്പ് മൈ ക്ലാസ്. താങ്ക് യു.